നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുത്തശ്ശി എന്തിനാ കുട്ടന് മരുന്ന് കൊടുക്കണ്ടെന്ന് പറയുന്നത്? അതെ, എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ട്. മുത്തശ്ശി, എനിക്ക് നിന്നെ വിശ്വാസമില്ല. എടാ, നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്ന ഞാൻ എങ്ങനെയാ കാര്യം മനസ്സിലാക്കുന്നത്? നിനക്കെന്താ പറ്റിയത്? എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? അനിഷേ, എന്താണെങ്കിലും നീ തുറന്നു പറ. എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്കതിന് ശ്രമിക്കാം. നീ കാര്യം പറ. എടാ, നീ ഇങ്ങനെ കല്ലുപോലിരിക്കാതെ വായ തുറന്നൊന്നും സംസാരിക്ക്. വിഷയം എന്താണെന്ന് ഞാൻ അറിയട്ടെ. അളിയാ, എനിക്കെന്റെ ജോലി പോയടാ. ജോലി പോയെന്നോ? എങ്ങനെ? ഇപ്പൊ ജോലി പോകാൻ മാത്രം എന്ത് പ്രശ്നമാ നീ ഓഫീസിൽ ഉണ്ടാക്കിയത്? ഇപ്പോ ഞാനായിട്ട് ഒരു പ്രശ്നം ഓഫീസിലുണ്ടാക്കില്ലടാ. ഇതാ പഴയ ഇഷ്യൂവാ. ഞാനന്ന് ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ചില്ലേ, അത് തന്നെയാ റീസൺ. അത് അന്നേ നമ്മൾ സോൾവ് ചെയ്തല്ലേ? ആയതാണ്. പക്ഷേ ഇപ്പൊ അവർക്ക് എന്നെ വിശ്വാസമില്ലത്രേ. അന്ന് അവരത് കോംപ്രമൈസ് ചെയ്തതോ? അന്ന് വീട്ടില് അനുജത്തിമാരുടെ കല്യാണം ആയതുകൊണ്ടും പിന്നെ ഭാർഗവി മുത്തശ്ശി ഇടപെട്ടതുകൊണ്ടും ഒക്കെയാ അവരാ കേസ് പിൻവലിച്ചത്. അത് കമ്പനിയുടെ ഉടമസ്ഥൻ ഇടപെട്ട് ചെയ്തതായിരുന്നില്ല. പക്ഷെ ഇപ്പൊ മാനേജർ പറയുന്നു അയാൾക്ക് അയാളുടെ തീരുമാനം മാറ്റാൻ പറ്റില്ലെന്ന്. പിന്നെ അതുമാത്രമല്ല, അയാൾ എന്നെക്കുറിച്ച് നാട്ടിലേക്ക് അന്വേഷിച്ചിരുന്നു അത്രേ. അന്വേഷണത്തില് ഞാൻ മഹാ കള്ളൂടിയനും ചീട്ടുകളിക്കാരനാണെന്നൊക്കെയാ മാനേജർക്ക് അറിയാൻ സാധിച്ചത്. അതും കൂടെ ആയപ്പോ എല്ലാം പൂർണ്ണമായി. അപ്പോ ഇനി നീ എന്ത് ചെയ്യും? അറിയില്ലടാ. വേറെ എവിടെന്ന് എന്ത് ജോലി കിട്ടുമെന്ന് ഒരു പിടിയുമില്ല. വീട്ടുകാരോടും മഞ്ജുവിനോടും എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ ഉണ്ടായത്? എനിക്കതിൽ കുറ്റബോധം ഉണ്ടടാ. പക്ഷേ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുട്ടാ, വാ മരുന്ന് കഴിക്കാൻ. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? ഇതിന് കയ്പായിരിക്കും. ഏയ്, ഇതിന് കയ്പൊന്നുമില്ല. കുടിച്ച് വാ, നല്ല കുട്ടിയല്ലേ. ഇത് കുടിച്ച്. കയ്പില്ലാന്ന് ഉറപ്പാണോ? ആ, ഉറപ്പ്. കഴിക്കേ. ഉറപ്പാണല്ലോ. ആണെന്നേ. മാലാക്ക കുട്ടനോട് കള്ളം പറയോ? കയ്പില്ലെങ്കിൽ ഞാൻ കഴിക്കാം. ആ, ഇതിന് കയ്പില്ല. എന്നാൽ എഴുന്നേറ്റ് വാ. നല്ല കുട്ടി. ദാ, മിടുക്കനായിട്ട് ഈ മരുന്നൊന്ന് കഴിച്ചേ. ദേവികേ, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ കുട്ടന് മരുന്ന് കൊടുക്കാൻ പോയായിരുന്നു. വേണ്ട, നീ ഈ മരുന്നൊന്നും കുട്ടന് കൊടുക്കണ്ട. അല്ല, ഇത് കൊടുക്കാതിരുന്ന കൊടുക്കണ്ടെന്ന് പറഞ്ഞാ കൊടുക്കണ്ട. ഹൈ, അപ്പൊ എനിക്ക് ഈ മരുന്ന് കഴിക്കണ്ടല്ലോ. മുത്തശ്ശി എന്തിനാ കുട്ടന് മരുന്ന് കൊടുക്കണ്ടെന്ന് പറയുന്നത്? അതെ, എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ട്. മുത്തശ്ശി, എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീയേ ഇവന് കൊടുക്കുന്നത് ശരിക്കുള്ള മരുന്നാണോന്ന് എനിക്കെങ്ങനെ അറിയാം? ഇവനെ നിന്റെ അച്ഛന്റെ കൊലപാതകയാണെന്നല്ലേ നിന്റെ അമ്മയുടെ വാദം. ആ സ്ഥിതിക്ക് നിന്റെ അച്ഛന്റെ മരണത്തിന്റെ പേരിൽ നീ സിദ്ധുവിനോട് പകരം വീട്ടില്ലാന്ന് ഞാൻ എങ്ങനെ അറിയും? സിദ്ധുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ തട്ടിപ്പ് മരുന്നുകളാണെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞിട്ട് ഇപ്പൊ സ്വാമി അച്ഛൻ അയച്ചു തന്ന മരുന്നുകളല്ലേ നീ കുട്ടന് കൊടുക്കുന്നത്? അത് കുട്ടന്റെ അസുഖം മാറാനുള്ള മരുന്നാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മുത്തശ്ശിക്ക് സംശയം ഉണ്ടെങ്കിൽ സ്വാമി അച്ഛനെ വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. എനിക്ക് ആരെയും വിളിച്ചു ചോദിക്കണ്ട. നീയേ ഈ മരുന്ന് സിദ്ധുവിന് കൊടുക്കണ്ട.
അത്രേ ഉള്ളൂ. അമ്മേ, എന്തിനമ്മ ഈ അനാവശ്യ തർക്കം? ഒന്ന് നിർത്ത്. സ്വർണത്തിന് സ്വർണ്ണമാണെന്ന് തിരിച്ചറിയാൻ പ്രത്യേക പരീക്ഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. സ്വർണത്തിന്റെ ഗുണങ്ങൾ കാണുമ്പോ തന്നെ ആർക്കും അത് തിരിച്ചറിയാൻ സാധിക്കും. ഈ നിൽക്കുന്ന ദേവികയെ അമ്മ സംശയിക്കുക അവിശ്വസിക്കുക ഒന്നും വേണ്ട. ദേവിക തനി തങ്കോ. ദേവികയുടെ ഉദ്ദേശം സത്യസന്ധമാണ്. ദേവിക എടുക്കുന്ന തീരുമാനങ്ങളും ബുദ്ധിപൂർവ്വം ഉള്ളതാ. അതുകൊണ്ട് ദേവികയെ അവിശ്വസിച്ച് സംസാരിക്കാനുള്ള അർഹത ഈ വീട്ടിൽ ആർക്കുമില്ല. ദേവിക സ്വന്തം അമ്മയെ എതിർത്തുകൊണ്ടാ ഇവിടെ നിന്ന് സിദ്ധുവിനെ ശുശ്രൂഷിക്കുന്നെ. അത് നമ്മൾ തിരിച്ചറിയണം. ഒരമ്മയായ എനിക്കുള്ളതിനേക്കാൾ വാശിയാ സിദ്ധുവിന്റെ അസുഖം ഭേദമാക്കാനായി ദേവിക കാണിക്കുന്നേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ദേവികയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ മകന്റെ ജീവൻ ദേവികയുടെ കയ്യിൽ ഭദ്രമാണെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മ വെറുതെ അവളെ തടസ്സപ്പെടുത്തണ്ട. നിന്റെ ഈ വാക്കുകൾ നിനക്ക് മാറ്റി പറയാനുള്ള അവസ്ഥ വരരുത്. അത് നീ നല്ല പോലെ ഓർത്തോ. ഇതൊന്നും കേട്ടിട്ട് മോള് തളരരുത്. നീ നിന്റെ കർത്തവ്യം തുടർന്നോളൂ. നീ ഈ വീട്ടിലെ അമൂല്യമായൊരു സ്വത്താ. പക്ഷേ അത് തിരിച്ചറിയാനുള്ള വിവേകം ഇവിടെ ചിലർക്ക് ഇല്ലാതെ പോയി. അമ്മ പറഞ്ഞതാണ് ശരി. സിദ്ധുവിന് ഇനി എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ദേവിക്ക് തന്നെ. ഇത് അവൾ സ്വയം ഏറ്റെടുത്തതല്ലേ, അനുഭവിക്കട്ടെ. സിദ്ധുവിന് ആപത്തൊന്നും സംഭവിക്കാതിരുന്നാൽ അവൾ രക്ഷപ്പെട്ടു. പക്ഷേ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ആര് വിടും? ദേവിക. സിദ്ധുവിന് മാത്രമല്ല, ഇനി ഈ വീട്ടിലോ ഓഫീസിലോ സ്കൂളിലോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ദേവിയേക്കായിരിക്കും. അവളാണല്ലോ ഇപ്പൊ പൊന്നാരം തോട്ടത്ത് സാമ്രാജ്യത്തിന്റെ അധിപതി, കിരീടം വെക്കാതെ വാഴുന്ന മഹാറാണി. അവളെല്ലാം കൈകാര്യം ചെയ്യട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.